നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM നേതാവ് ലതേഷ് വധക്കേസിൽ 1 മുതൽ 7 വരെ പ്രതികൾക്ക് ജീവപര്യന്തം തടവും 1,40,000 രൂപ പിഴയും. ശിക്ഷിച്ചത് RSS BJP പ്രവർത്തകരെ. വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത രാജ്യമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 2047 വികസിത രാജ്യമെന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വ്യവസായ സംരംഭകർക്ക് കൂടുതൽ ചെയ്യാനാകുമെന്നും ഗവർണർ. കണ്ണൂർ ചെറുപുഴയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി, ജനങ്ങൾക്ക് മുന്നറിയിപ്പ്. പതിവ് തെറ്റിക്കാതെ ഈ വർഷവും ശബരീശ ദർശനം നടത്തി KP മോഹൻ MLA. ദർശനം 56ാം തവണ. വാർത്തകൾ വിശദമായി. CPM തിരുവങ്ങാട് ലോക്കൽ കമ്മിറ്റി അംഗമായ തലായിയിലെ K. ലതേഷിനെ മഴു ഉപയോഗിച്ച് വെട്ടിക്കൊന്ന കേസിൽ 7 RSS BJP പ്രവർത്തകർക്ക് ജീവപര്യന്തം തടവും 1,40,000 രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു. ഇതുകൂടാതെ വിവിധ വകുപ്പുകളിൽ പ്രതികൾക്ക് 35 വർഷം തടവും ശിക്ഷയുണ്ട്. എന്നാൽ ശിക്ഷ ഒരുമിച്ച് ജീവപര്യന്തമായി അനുഭവിച്ചാലും മതി. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് J. വിമലാണ് ശിക്ഷിച്ചത്. മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവും CPM തിരുവങ്ങാട് ലോക്കൽ കമ്മിറ്റി അംഗവുമായ തലായിലെ K. ലതേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ RSS BJP പ്രവർത്തകർക്ക് ജീവപര്യന്തവും തടവും ശിക്ഷ വിധിച്ചു. 1,40,000 രൂപ പിഴയും കോടതി വിധിച്ചു. ഇതുകൂടാതെ വിവിധ വകുപ്പുകളിൽ പ്രതികൾക്ക് 35 വർഷം തടവുമുണ്ട്. എന്നാൽ ശിക്ഷ ഒരുമിച്ച് ജീവപര്യന്തമായി അനുഭവിച്ചാൽ മതി. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി J. വിമലാണ് ശിക്ഷ വിധിച്ചത്. 1 മുതൽ 7 വരെ പ്രതികളെ സെക്ഷൻ 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവും ഓരോ പ്രതിയും 50,000 രൂപ കഴിയും. ഇതിനകത്ത് 7ാം സാക്ഷി മോഹൻലാലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. മോഹൻലാൽ ഈ കേസിൽ കൂറുമാറിയെങ്കിൽ പോലും മോഹൻലാലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കുറ്റത്തിന്, അതായത് 307ാം വകുപ്പ് പ്രകാരം എല്ലാ പ്രതികളെയും 10 വർഷം തടവും ഓരോ പ്രതി 20,000 രൂപ കഴിവ് കൊടുക്കാനായിട്ട് കോടതി ഉത്തരവായിട്ടുണ്ട്. ഈ ലതേഷിനെ അതിഭീകരമായി 25 പരിക്കുണ്ട്. ലതേഷിന് ശരീരമാസകലം ഈ ഗ്രീവിയസ് ഇഞ്ചുറി എന്ന് പറയും. അതിഭീകരമായ പരിക്കേൽപ്പിച്ച കുറ്റത്തിന് സെക്ഷൻ 306 പ്രകാരം എല്ലാ പ്രതികളും 326 പ്രകാരം എല്ലാ പ്രതികൾക്കും 10 വർഷം തടവും 10,000 രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. പിന്നെ അന്നത്തെ ദിവസം ആ കടപ്പുറത്ത് ആകെ ബോംബെറിഞ്ഞ് ഭീകരാന്തം സൃഷ്ടിച്ച് പല വീടുകളും ബോംബെറിഞ്ഞ് നശിപ്പിച്ച് 3 സാക്ഷികളെ ബോംബെറിഞ്ഞ് പരിക്കേൽപ്പിച്ച കുറ്റത്തിന് പ്രതികളെ ശിക്ഷിക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ആ കുറ്റത്തിന് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ടിൻ്റെ സെക്ഷൻ 3 പ്രകാരം ഓരോ പ്രതിക്കും 10 വർഷം തടവും 50,000 രൂപ പിഴയും, സെക്ഷൻ 5 പ്രകാരം ഓരോ പ്രതിക്കും 5 വർഷം തടവും 10,000 രൂപ പിഴയും. പിന്നെ സെക്ഷൻ 143, 147, 148, 141, 149 ഒക്കെ പ്രകാരം ചെറിയ ചെറിയ ശിക്ഷകളുണ്ട്. 4 പ്രതികളെ വെറുതെ വിട്ടു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 7 വരെയുള്ള തലായി പൊക്കായ് ഹൌസിൽ P. സുമിത്, കൊമ്മൽ വയൽ വിശ്വവസന്തത്തിൽ KK പ്രജീഷ് ബാബു, തലായി ബംഗാളി ഹൌസിൽ B. നിതിൻ, പുലിക്കുൽ ഹൌസിൽ K. സനൽ എന്ന ഇട്ടു, പറയമൽ ഹൌസ് സ്മിജോഷ് എന്ന തട്ടിക്കുട്ടൻ, കുരിയിൽ ഹൌസിൽ സജീഷ് എന്ന ജിഷു, പഴയമഠത്തിൽ B. ജയേഷ് എന്നിവരെയാണ് ശിക്ഷിച്ചത്. 9 മുതൽ 12 വരെയുള്ള പ്രതികളായ തലായി ബാലഗോപാല ക്ഷേത്രം സെക്രട്ടറി ഗോപാൽ നിവാസിൽ K. സന്തോഷ് കുമാർ, B. ശരത്, E. K. സനീഷ്, BJP നേതാവും നഗരസഭാ മുൻ കൌൺസിലറുമായ കുന്നുംപുറത്ത് അജേഷ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ടത്. 8ാം പ്രതി അജിത് മരണപ്പെട്ടിരുന്നു. 2008 ഡിസംബർ 31 വൈകിട്ട് 5:30 ചക്കിയത്തുമുക്ക് കടപ്പുറത്ത് വെച്ചാണ് കൊലപാതകം നടന്നത്. ചക്കിയത്തുമുക്ക് ക്ലാസിക് മാർബിൾ കടയ്ക്ക് പിൻവശം കടപ്പുറത്ത് വെച്ച് പ്രതികൾ മാരകായുധങ്ങളുമായി സംഘം ചേർന്ന് ലതേഷിനെ വെട്ടിക്കൊന്ന ശേഷം ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെന്നായിരുന്നു കേസ്. ലതേഷിനെ വളഞ്ഞിട്ട് സംഘം ആക്രമിക്കുകയായിരുന്നു. ലതേഷിന്റെ സഹോദരൻ മയ്യഴിക്കാരന്റെ കുഞ്ഞാൻ ഹൌസിൽ K. സന്തോഷിന്റെ പരാതിയിലാണ് തലശ്ശേരി പോലീസ് കേസെടുത്തത്. ബോംബേറിൽ CPM പ്രവർത്തകൻ മോഹൻലാൽ എന്ന ലാലു, സന്തോഷ്, സുരേഷ്, മജീദ് എന്നിവർക്കും പരിക്കേറ്റിരുന്നു. മോഹൻലാലിന്റെ പരിക്ക് ഗുരുതരമായിരുന്നു. കേസിൽ 64 സാക്ഷികളിൽ 30 പേരെ വിസ്തരിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ PK വർഗീസ്, K. സത്യൻ എന്നിവർ ഹാജരായി. തലശ്ശേരി കോടതി സമുച്ചയത്തിന് ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത്.
പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത രാജ്യം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 2047 വികസിത രാജ്യം എന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വ്യവസായ സംരംഭകർക്ക് കൂടുതൽ ചെയ്യാനാകുമെന്നും ഗവർണർ പറഞ്ഞു. കണ്ണൂരിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഏർപ്പെടുത്തിയ ചേംബർ അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിസിനസ്സിലൂടെ നേടുന്നതിൻ്റെ ഒരു പങ്ക് സമൂഹത്തിന് കൂടി നൽകേണ്ടതുണ്ടെന്ന് ഗവർണർ വ്യാപാരികളെ ഓർമ്മപ്പെടുത്തി. സാമൂഹ്യ പ്രതിബദ്ധത വ്യവസായികൾക്കും വ്യാപാരികൾക്കും വേണമെന്നും ഗവർണർ പറഞ്ഞു. നേടുന്ന ലാഭം പവിത്രമായിരിക്കണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. For the industries, only profit. But in India we consider, in this country we consider, throughout our culture, it is not only Shuddha Labh, it is Shubha Labh. We always write on that Shubha Labh. Shubha means sacred, pavitra. Our labh, our profit has to be pavitra. It is not to be earned by any means. It has to be earned by good means only. Correct means. That is what we call Shubha Labh. They call Shuddha Labh. We call Shubha Labh. That is the difference between our functioning and their mentality. And that was exactly the reason why we did not collapse even during COVID. That is exactly the reason why we did not collapse even during there was setback in the economies of the world. We did not collapse. We had some certain problems, but we did not collapse. Otherwise, all the economies in the world had collapsed during the setbacks, during COVID. We did not. Why? Because our hearts were Shuddha and Shubha. Shubha. We had Pavitrata in our hearts. Even while doing business, we will be doing the business in this fashion. വികസിത രാജ്യം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സങ്കല്പം സാക്ഷാത്കരിക്കുന്നതിന് വ്യവസായ സംരംഭകർക്ക് സാധിക്കുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത് സി സദാനന്ദൻ മാസ്റ്റർ MP പറഞ്ഞു. വ്യവസായികൾക്ക് ആവശ്യമായ സഹായം ചെയ്തു നൽകാൻ ഗവൺമെന്റ് എപ്പോഴും കൂടെയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വികസിത ഭാരതത്തിലേക്ക് ഭാരതത്തെ കൈപിടിച്ചുയർത്താൻ കഴിയുന്ന കരുത്തുറ്റ കരങ്ങളാണ് വ്യവസായ സംരംഭകരായിട്ടുള്ള ആളുകൾ എന്ന് നമ്മുടെ പ്രധാനമന്ത്രി എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. ഓരോ വീട്ടിലും സംരംഭകന്മാരുണ്ടാകണം. തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവരായി മാറാതെ തൊഴിൽ ദാതാക്കളാവാൻ ഈ ഭാരതത്തിലെ യുവസമൂഹത്തിന് സാധിക്കണം എന്ന തരത്തിലുള്ള ഉജ്ജ്വലമായ ആഹ്വാനം അദ്ദേഹം എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ആഹ്വാനത്തെ ചെവിക്കൊണ്ടുകൊണ്ട് അനേകം ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുമുണ്ട്. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മുടെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് ആവട്ടെ, സംസ്ഥാന ഗവൺമെന്റുകളാവട്ടെ. പ്രത്യയശാസ്ത്ര കടുംപിടുത്തങ്ങളെല്ലാം ഒഴിവാക്കി നാടിന്റെ ഉയർച്ച, നാടിന്റെ വളർച്ച, നാടിന്റെ നന്മ എന്ന നിലയ്ക്ക് മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ മേഖലയിൽ ജയിച്ചു മുന്നേറാൻ കഴിയുന്ന ആളുകളെ കണ്ടെത്തുന്ന മഹത്വപൂർണമായ കർത്തവ്യം എന്ന നിലക്ക് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഗവൺമെന്റുകൾ. അത് പ്രാദേശിക ഗവൺമെന്റ് ആയാലും ശരി, ഗ്രാമപഞ്ചായത്തുകൾ മുതൽ അങ്ങ് നമ്മുടെ കേന്ദ്ര സർക്കാർ വരെ അങ്ങനെ ഒരു ആത്മവിശ്വാസം വ്യാപാരി സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തെ പരിപൂർണമായും അതേ സ്പിരിറ്റിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. മികച്ച വ്യവസായിയായി ആഷിയാന സേഫ്റ്റി ഗ്ലാസ് LLP ചെയർമാൻ CP സായദ്, മികച്ച വ്യാപാരിയായി വിൻസ്മേര ജുവൽസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ദിനേശ് കമ്പർത്ത് എന്നിവർക്കും ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് KP ജയപാലനുമാണ് സമ്മാനിച്ചത്. NMCC പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത്, K നാരായണൻകുട്ടി, AK റഫീഖ് എന്നിവർ സംസാരിച്ചു. NMCC സെക്രട്ടറി C അനിൽകുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഹനീഷ് K വാണിയങ്കണ്ടി നന്ദിയും പറഞ്ഞു. ചെറുപുഴ പഞ്ചായത്തിലെ ജോസ്ഗിരി മരുതുംതട്ടി വനാതിർത്തി മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി.
കാട്ടാനക്കൂട്ടം ഇപ്പോഴും അതിർത്തി പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയാണ്. 2 സംഘങ്ങളായാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. 2 സംഘങ്ങളായാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. ആക്രമണത്തിൽ കാട്ടാന ഷെഡ് തകർക്കുകയും വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തു. പുല്ല് ചെത്താൻ പോയ നാട്ടുകാർ ആനക്കൂട്ടത്തിന് മുന്നിൽപ്പെട്ടെങ്കിലും ഓടി രക്ഷപ്പെടുകയായിരുന്നു. പൂച്ചാലിൽ ജോസിന്റെ പുരയിടത്തിൽ കയറിയാണ് കാട്ടാനകൾ ഷെഡ് പൂർണ്ണമായും തകർത്തത്. മണിക്കൂറുകൾ നീണ്ട ഭീതിക്കൊടുവിൽ വൈകിയ ശേഷമാണ് ആനക്കൂട്ടം കൃഷിയിടം വിട്ട് കർണാടക വനമേഖലയിലേക്ക് പിൻവാങ്ങിയത്. എന്നാൽ രാത്രിയിലും ആനകൾ അതിർത്തി മേഖലയിലുണ്ടായിരുന്നു. വീണ്ടും ജനവാസത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നതായി നാട്ടുകാർ ആശങ്കപ്പെടുന്നു. ഇതിനു മുമ്പ് ഈ പ്രദേശത്തെ വീട്ടുകിണറ്റിൽ വീണ് ഒരു കാട്ടാനക്കുട്ടി ചത്തിരുന്നു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ചാലക്കര ദേശം നാട്ടുകൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കര ദേശപ്പെരുമ 2025-26 മഹോത്സവം ജനുവരി 10-11 തീയതികളിൽ PM ശ്രീ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. 10 വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കര പെരുമ ദ്വിദിന നാട്ടുത്സവം ജനുവരി 10-11 തീയതികളിൽ PM ശ്രീ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. ഇതോടനുബന്ധിച്ച് 10 വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സ്വാഗത ഗാന നൃത്താവിഷ്കാരത്തോടെ സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. മയ്യഴിയിലെ ഫ്രഞ്ച് അധിനിവേശത്തിനെതിരെ പൊരുതി ധീരരക്തസാക്ഷിത്വം വരിച്ച PK ഉസ്മാൻ മാസ്റ്ററുടെ കവാടം ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് മയ്യഴിയുടെ രണധീരൻ മാധവക്കുറുപ്പിന്റെ കട്ടൗട്ടുകൾ മറ്റൊരു ഭാഗത്തും സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ ദേശത്തിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ആയിരിക്കെ നമ്മളോട് വിട പറഞ്ഞു പോയ PP രനീഷിന്റെ കവാടങ്ങൾ ചാലക്കര PM ശ്രീ ഉസ്മാൻ ഗവൺമെന്റ് സ്കൂളിന്റെ മുന്നിൽ സ്ഥാപിച്ചുകൊണ്ട് മയ്യഴിയുടെ ജനത ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള രമേശ് പറമ്പത്ത് MLA വിശിഷ്ടാതിഥിയായിരിക്കും. ചാലക്കരയെ അറിയാൻ എന്ന വിഷയത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചാലക്കര പുരുഷവും ചാലക്കര സമകാലികം എന്ന വിഷയത്തിൽ കവി ആനന്ദ് കുമാർ പറമ്പത്തും പ്രഭാഷണം നടത്തും. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഗാനഗന്ധർവൻ യേശുദാസിന്റെ 86ാം പിറന്നാളാഘോഷവും കേക്ക് മുറിക്കലും ഉണ്ടാകും. 11 വൈകിട്ട് 5 മണിക്ക് സാംസ്കാരിക സമ്മേളനം ജയപ്രകാശ് നെടുമങ്ങാട് ഉദ്ഘാടനം ചെയ്യും. മാഹി പോലീസ് CI അനിൽകുമാർ PA വിശിഷ്ടാതിഥിയാകും. വിവിധ മേഖലകളിലെ പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് സിനിമ സീരിയൽ മേഖലകളിൽ കഴിവ് തെളിയിച്ച 21ലേറെ കലാകാരന്മാർ അണിനിരക്കുന്ന മെഗാ ഇവന്റും നടക്കും. 2 ദിവസങ്ങളിലും ഫുഡ് ഫെസ്റ്റും ഉണ്ടാവുമെന്നും സംഘാടകർ പറഞ്ഞു. ചാലക്കര പെരുമയുടെ ഭാഗമായി മെഗാ നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയ ക്യാമ്പും ത്രിദിന വോളിബോൾ ടൂർണമെന്റും നടത്തിക്കഴിഞ്ഞതായും സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ KP വത്സലൻ, K ചിത്രൻ, പായറ്റ അരവിന്ദൻ, ആനന്ദ് കുമാർ പറമ്പത്ത്, P സുമ, K സജീവൻ, KN സിനി എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ശിവാംഗി കൾച്ചറൽ സെന്റർ, മാഹി. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കഥക് നൃത്തത്തിന്റെ താളവുമായി ശിവാംഗി കൾച്ചറൽ സെന്റർ പുതുവർഷത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. താളവാദ്യലയത്തോടെ കൈമുദ്രകളാലും ചടുലമായ അംഗവിക്ഷേപങ്ങളാലും ഉയരുന്ന കഥക്കിന്റെ ധ്വനികൾ ഇനി മയ്യഴിയിലും. വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡാൻസ് സ്റ്റുഡിയോ, ശിവാംഗി കൾച്ചറൽ സെന്റർ, BLM ടവർ,
ഹോസ്പിറ്റൽ റോഡ്, മാഹി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. പതിവ് തെറ്റിക്കാതെ ഈ വർഷവും ശബരീശ ദർശനം നടത്തി KP മോഹൻ MLA. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും അയൽവാസികളോടുമൊപ്പമാണ് ഈ വർഷവും ശബരിമലയിലെത്തി അയ്യനെ വണങ്ങിയത്. പതിവ് തെറ്റിക്കാതെ ഈ വർഷവും KP മോഹനൻ MLA മല ചവിട്ടി ശബരീശ ദർശനം നടത്തി. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അയൽവാസികൾക്കുമൊപ്പമാണ് അദ്ദേഹം ഇത്തവണയും അയ്യപ്പ ദർശനത്തിനായി എത്തിയത്. ഇത് 56ാം തവണയാണ് KP മോഹനൻ ശബരിമലയിൽ എത്തുന്നത്. കുട്ടികളടക്കം 43 പേരടങ്ങുന്ന വലിയ സംഘമാണ് ഇത്തവണ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത്. വർഷങ്ങളായി മുടങ്ങാതെ പിന്തുടർന്ന ഈ തീർത്ഥാടന പുണ്യം ഇത്തവണയും സുഹൃത്തുക്കളോടും പ്രിയപ്പെട്ടവരോടുമൊപ്പം പങ്കിടാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ. ചമ്പാട് പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന മംഗലത്ത് പത്മനാഭൻ എന്ന പപ്പൂട്ടിയേട്ടൻ ഇനി ഓർമ്മ. 85 വയസ്സായിരുന്നു. തലശ്ശേരി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. 100 കണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി. KKG അടിയോടി K ദാമോദരൻ മാസ്റ്റർ, KP മാധവൻ മാസ്റ്റർ, MP നാണു എന്നിവരോടൊപ്പം നാട്ടിൻ്റെ പൊതുകാര്യങ്ങളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്നു പത്മനാഭൻ. CPM അവിഭക്ത പന്നന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗം,
ചെമ്പാട് ലോക്കൽ കമ്മിറ്റി അംഗം, പന്നിന്നൂർ സർവീസ് സഹകരണ ബാങ്ക്, സഹകാരി കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സ്റ്റോർ എന്നിവയുടെ ഡയറക്ടർ, KCK ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പ്രഥമ സെക്രട്ടറിയും ഇപ്പോൾ രക്ഷാധികാരിയും, ഉപാസന കലാവേദി പ്രവർത്തക സമിതി അംഗം എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. നിലവിൽ CPM KCK ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. ചെമ്പാട് വെസ്റ്റ് UP സ്കൂളിൻ്റെ PTA പ്രസിഡന്റായും രക്ഷാധികാരിയായും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. കൗസുവാണ് ഭാര്യ. ശ്രീജിത്ത്, ശ്രീജ, സന്ധ്യ എന്നിവർ മക്കളും പ്രജിഷ, പ്രേമൻ, മനോജ് എന്നിവർ മരുമക്കളുമാണ്. നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ ചെമ്പാട്ടെ വസതിയിലെത്തിയത്. വീട്ടിൽ ചേർന്ന അനുശോചന യോഗത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് T. ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. അതിനുശേഷം KCK മെമ്മോറിയൽ സ്പോർട്സ് ക്ലബ്ബ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആദ്യകാല സെക്രട്ടറി, അതോടൊപ്പം തുടർച്ചയായി അതിന്റെ രക്ഷാധികാരിയും പ്രവർത്തകരുമായി അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട്. ചെമ്പാട് ഉപാസന കലാവേദിക്ക് ഒരിക്കലും മറക്കാനാവാത്ത വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ. അദ്ദേഹം അതിന്റെ എല്ലാമായിരുന്നു. ചെമ്പാട് വെസ്റ്റ് UP സ്കൂളിന്റെ PTA പ്രസിഡന്റും രക്ഷാധികാരിയുമായി എല്ലാ കാലത്തും അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. സ്കൂളിന് എന്ത് പ്രശ്നം വന്നാലും അദ്ദേഹം മുമ്പിൽ നിൽക്കുമായിരുന്നു. ചെമ്പാട് അംഗൻവാടി കെട്ടിപ്പടുക്കുന്നതിൽ, ചെമ്പാട് ഇൻഡോർ സ്റ്റേഡിയം കെട്ടിപ്പടുക്കുന്നതിൽ, നിരവധി റോഡുകൾ ഉണ്ടാക്കുന്നതിൽ പറഞ്ഞാൽ തീരാത്തത്ര സേവനങ്ങൾ പപ്പൂട്ടിയുടെ ജീവിതചര്യയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ 50 വർഷത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് അരനൂറ്റാണ്ട് കാലമാണ്. ഒരു ചരിത്രത്തിന്റെ അന്ത്യമാണ് ഇവിടെ എരിഞ്ഞടങ്ങുന്നത്. അതീവ ഹൃദയവേദനയോടുകൂടി അല്ലാതെ നമുക്കിത് സ്മരിക്കാനാവില്ല. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ K. കുഞ്ഞബ്ദുള്ള, E. വിജയൻ മാസ്റ്റർ, KK ബാലൻ, TP പ്രേമനാഥൻ, BK ഹനീഫ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK മണിലാൽ എന്നിവർ സംസാരിച്ചു. വൈഭവം സഖാവ് M. പത്മനാഭൻ എന്ന പപ്പൂട്ടിയേട്ടനുണ്ടായിരുന്നു. അത് കമ്മിറ്റിക്കകത്ത് നിർഭയമായി അദ്ദേഹം അവതരിപ്പിക്കുമായിരുന്നു. അതുമാത്രമല്ല, ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗം ജനങ്ങളെയും ഇത്രമാത്രം ചേർത്ത് പിടിച്ചിട്ടുള്ള, ഞാൻ അതാണ് പറയുന്നത്, ഒരു പ്രദേശത്തെ മുഴുവൻ ഉള്ളം കയ്യിൽ എടുക്കുക എന്നത്. മീത്തലെ ചെമ്പാട് പരിസര പ്രദേശങ്ങളിലെ എല്ലാ ജനങ്ങളെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവരെ ഉള്ളം കയ്യിലെടുത്തുകൊണ്ട് അവരുമായി ഹൃദയബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരു അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സഹപപ്പൂട്ടിയേട്ടൻ. അതുകൊണ്ട് തന്നെയാണ് അതുപോലുള്ള പൊതുപ്രവർത്തകൻ നമ്മുടെ ശാരീരികമായി നമ്മളോടൊപ്പം ഇന്ന് വിട പറഞ്ഞെങ്കിലും കാലങ്ങളോളം സഹാവ് പപ്പൂട്ടി അല്ലെങ്കിൽ നെൽപ്പൽപ്പനാഭൻ എന്ന് പറയുന്ന ഈ സവിശേഷ വ്യക്തിത്വം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ജ്വലിച്ചിരിക്കുന്ന ഓർമ്മയായി മാറി. പരേതനോടുള്ള ആദരസൂചകമായി ചെമ്പാട് ടൗണിൽ ഹർത്താൽ ആചരിച്ചു. കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തലശ്ശേരി താലൂക്ക് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി P. ഹരീന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തലശ്ശേരി താലൂക്ക് കൺവെൻഷൻ റൂറൽ ബാങ്ക് ഹാളിൽ നടന്നു. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചട്ടങ്ങളും ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കാലാനുസൃതമായിട്ടുള്ള ഒരു മാറ്റം, അതിന്റെ ശക്തിപ്പെടൽ, അതിന്റെ പ്രശ്നപരിഹാരം ഒക്കെ ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. എന്നാൽ ഇതിനിടയിൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന, സഹകരണ മേഖലയ്ക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് കാണാതിരിക്കാൻ നിർവാഹമില്ല. അതെല്ലാം കൃത്യമായ ചർച്ചകളിലൂടെ മുന്നോട്ട് കൊണ്ടുവരികയും അത് ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. പ്രധാനമായി വന്നിട്ടുള്ളൊരു കാര്യമാണ് വിശ്വാസ്യതയുടെ തകർച്ച എന്ന് പറയുന്നത്. സഹകരണ മേഖല കേരളത്തിൽ ഇത്രയേറെ ശക്തിപ്പെടാൻ, ഇന്ത്യയിൽ തന്നെ
ഏറ്റവും ശക്തമായ ഒരു പ്രസ്ഥാനമായിട്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് വളരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകിയിട്ടുള്ള സഹകാരികളുടെ വിശ്വാസ്യത തന്നെയായിരുന്നു അതിൻ്റെ അടിസ്ഥാന മൂലധനം എന്ന് പറയുന്നത്. ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കുവഹിച്ചിട്ടുള്ള സമര സേനാനികളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് ബീജാഭാവം നൽകിയിരുന്നത്. അവരുടെ ജീവിതം സുതാര്യമായിരുന്നു. അവർക്ക് പ്രത്യേകമായ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കിലോമീറ്ററുകളോളം കാൽനടയായി സഞ്ചരിച്ച് നാട്ടുകാരെ സമീപിച്ച് ചെറുതുക അവരിൽ നിന്ന് സമാഹരിച്ചിട്ടാണ്, ഓഹരികൾ സമാഹരിച്ചിട്ടാണ് അന്ന് സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചത്. ത്രിതല പഞ്ചായത്തുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അസോസിയേഷൻ അംഗങ്ങൾക്ക് ആദരവ് നൽകി. ചടങ്ങിൽ ഇ ജനാർദ്ദനൻ നമ്പ്യാർ അധ്യക്ഷനായി. NV അജയകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KV മോഹനൻ, ഫിലിപ്പ് ജോസഫ്, A പവിത്രൻ, A വത്സലൻ, TP രാമകൃഷ്ണൻ, K പ്രമീള, K ലീല എന്നിവർ സംസാരിച്ചു. കല്ലിക്കണ്ടി NAM കോളേജ് ചരിത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ദ്വിദിന അന്തർദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയുടെ സഹകരിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത്. മതപരവും രാഷ്ട്രീയവുമായ താൽപര്യങ്ങൾക്കതീതമായി സാംസ്കാരിക മേഖലയെ നോക്കിക്കാണാൻ കഴിയുമ്പോഴാണ് സമൂഹത്തിൽ ആരോഗ്യകരമായ സാംസ്കാരിക വളർച്ച സാധ്യമാകുന്നതെന്ന് നൈജീരിയ യോബെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസറും പ്രശസ്ത ചരിത്രകാരനുമായ TV സയ്യിദ്. കല്ലിക്കണ്ടി NAM കോളേജ് ചരിത്ര വിഭാഗം നടത്തിയ ദ്വിദിന അന്തർദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കുന്നിൻ മുകളിൽ നിങ്ങളോടൊപ്പം പാകപ്പെട്ട് നിൽക്കുന്ന ഒരു മണ്ണിലാണ് നമ്മുടെ ഈ കോളേജുകളും ക്യാമ്പസുകളും അതുപോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വാഗത പ്രസംഗൻ ഇവിടെ പറഞ്ഞതുപോലെ പാലക്കാട് മുതൽ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയുമായി സഹകരിച്ചാണ് മലബാറിലെ സാംസ്കാരിക വൈവിധ്യങ്ങൾ, പാരമ്പര്യങ്ങൾ, കലകൾ, സമുദായങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ക്യാപ്റ്റൻ ഡോക്ടർ AP ഷമീർ അധ്യക്ഷനായി. മാപ്പിളകലാ അക്കാദമി സംസ്ഥാന സമിതി അംഗം ബദ്രുദ്ദീൻ പാറന്നൂർ മുഖ്യാതിഥിയായി. ഡൽഹി സർവകലാശാല പ്രൊഫസർ ഡോക്ടർ യാസർ അറാഫത്ത് ഓൺലൈൻ വഴിയും ലണ്ടൻ യൂണിവേഴ്സിറ്റി റിസർച്ച് ഫെലോ ഡോക്ടർ MP ഇസ്മായിൽ എന്നിവർ പ്രബന്ധം അവതരിപ്പിച്ചു. ചരിത്ര വിഭാഗം തലവൻ ഡോക്ടർ E അനസ്, ഡോക്ടർ BV ഹസീബ്, MEF സെക്രട്ടറി സമീർ പറമ്പത്ത്, നസീർ പുത്തൂർ, ഡോക്ടർ CK അബ്ദുൾ റൌഫ്, ഫസൽ മുഹമ്മദ്, മുൻഫർ കാപ്പിൽ, ഉമറുൽ ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. വിവിധ സെഷനുകളിൽ ഐറിഷ് ചെയർമാൻ ഡോക്ടർ ജോയി വർക്കി, മദ്രാസ് IIT പ്രൊഫസർ ഡോക്ടർ R സന്തോഷ് എന്നിവർ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. 2 ദിവസത്തെ സെമിനാർ ഇതോടെ സമാപിച്ചു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ,
ജെന്റ്സ് കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. വിവിധ പ്രശ്നങ്ങളിൽ BSNL മാനേജ്മെന്റ് തുടരുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ച് BSNL മേഖലയിലെ എക്സിക്യൂട്ടീവ്, നോൺ എക്സിക്യൂട്ടീവ് സംഘടനകൾ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. തലശ്ശേരി ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിലാണ് പ്രതിഷേധം നടത്തിയത്. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ BSNL ജീവനക്കാരെ ബാധിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ BSNL മാനേജ്മെന്റ് തുടരുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് രാജ്യവ്യാപകമായി BSNL മേഖലയിലെ എക്സിക്യൂട്ടീവ്, നോൺ എക്സിക്യൂട്ടീവ് സംഘടനകൾ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. തലശ്ശേരി ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിലും പ്രതിഷേധ പ്രകടനം നടന്നു. രൂപേഷ് രാമകൃഷ്ണൻ അധ്യക്ഷനായി. വിവിധ സംഘടനാ ഭാരവാഹികളായ MP ബാലകൃഷ്ണൻ, K രാജീവൻ, CK അശോകൻ, IK ഹെന, തീർത്ഥ പ്രകാശ് എന്നിവർ സംസാരിച്ചു. കണ്ണൂരിൽ നടക്കുന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് തലശ്ശേരിയിൽ സായാഹ്ന സദസ്സിൽ ജനഹൃദയങ്ങളിൽ ഗാന്ധിജി എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. എല്ലാ മേഖലയിൽ നിന്നും ഗാന്ധിജിയുടെ നാമം മായ്ച്ചു കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ രാജ്യം ഭരിക്കുന്ന BJPയുടെ ഗവൺമെന്റിന്റെ നടപടികൾ അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി. രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് പോലും ഗാന്ധിജിയുടെ പേര് എടുത്തു മാറ്റിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് KSSPയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും സുപ്രധാനമായ ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ജനഹൃദയങ്ങളിലാണ് ഗാന്ധിജി. ഏതെങ്കിലും ഗവൺമെന്റുകളോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഏതെങ്കിലും പദ്ധതികളുടെ പേരിൽ നിന്ന് ഗാന്ധിജിയുടെ പേര് മാറ്റിയാൽ ഇല്ലാതാവുന്നതല്ല എന്ന് ഉച്ചസ്ഥരം വിളിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സമ്മേളനത്തിന്റെ ഭാഗമായി ഇതുപോലെ ഒരു സായാഹ്ന സദസ്സ് സംഘടിപ്പിക്കുകയും. തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് TK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് CV രാജൻ പെരിങ്ങാടി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MP അരവിന്ദാക്ഷൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PK രാജേന്ദ്രൻ, PV ബാലകൃഷ്ണൻ, ജില്ലാ വനിതാ ഫോറം സെക്രട്ടറി അജിതകുമാരി, ജില്ലാ കമ്മിറ്റി അംഗം PN പങ്കജാക്ഷൻ എന്നിവർ സംസാരിച്ചു. സുനിൽകുമാർ കരിമ്പിൽ, KK നാരായണൻ, M സോമനാഥൻ, KK രവീന്ദ്രൻ, PV വത്സല, K പ്രഭാകരൻ, VP മോഹനൻ, PK ശ്രീധരൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. സായാഹ്ന സദസ്സിന് മുന്നോടിയായി സാംസ്കാരിക വിഭാഗമായ സ്പേസിന്റെ ആഭിമുഖ്യത്തിൽ രാജാവ് നഗ്നനാണ് എന്ന തെരുവ് നാടകവും അരങ്ങേറി. നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടങ്ങൾ, പരാതികൾ രാജാവിന്റെ സമക്ഷത്തിങ്കൽ ബോധിപ്പിക്കാവുന്നതാണ്.
ഇതാ ഈ വഴി എഴുന്നള്ളുന്നേ. കറുത്ത കുപ്പായം, കറുത്ത കുട, കറുത്ത കണ്ണട എല്ലാം നിരോധിച്ചിരിക്കുന്നു. കറുത്ത കാക്കകൾ പോലും ആകാശത്ത് വട്ടമിട്ട് പറക്കാൻ പാടില്ല. അതെ അതെ, നിയമം ലംഘിച്ചാൽ ഉണ്ടോ? വില കൂടിയോ? അതാണ് ബുദ്ധി. സാധനമില്ലെങ്കിൽ വിലയുമില്ല. പ്രശ്നം പരിഹരിച്ചില്ലേ? പ്രധാന വാർത്തകൾ വീണ്ടും. CPM നേതാവ് ലതേഷ് വധക്കേസിൽ 1 മുതൽ 7 വരെ പ്രതികൾക്ക് ജീവപര്യന്തം തടവും 1,40,000 രൂപ പിഴയും. ശിക്ഷിച്ചത് RSS BJP പ്രവർത്തകരെ. വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത രാജ്യമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 2047 വികസിത രാജ്യമെന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വ്യവസായ സംരംഭകർക്ക് കൂടുതൽ ചെയ്യാനാകുമെന്നും ഗവർണർ. കണ്ണൂർ ചെറുപുഴയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി, ജനങ്ങൾക്ക് മുന്നറിയിപ്പ്. പതിവ് തെറ്റിക്കാതെ ഈ വർഷവും ശബരീശ ദർശനം നടത്തി KP മോഹൻ MLA. ദർശനം 56ാം തവണ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.